ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഇത്തവണ വലിയ ആഘോഷത്തിമിറിപ്പിലാണ് സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞപ്പോൾ. എന്താണെന്നറിയാമോ? 2 സീറ്റുകളിൽ, അതായത് 25-ൽ 2 സ്ത്രീകളാണ്. ലീഗിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളൊക്കെ പുളകം കൊള്ളുകയാണ്. കണ്ടില്ലേ, ഞങ്ങൾ പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയെ നിർത്തി, ഞങ്ങൾ കൂത്തുപറമ്പിൽ ജയന്തി രാജനെ നിർത്തി. കേട്ടാൽ തോന്നും സ്ത്രീകളോട് ഇത്രയ്ക്ക് ജനാധിപത്യപരമായ മര്യാദ കാണിക്കാൻ മുസ്ലിം ലീഗ് പഠിച്ചോ എന്ന്. മുമ്പ് ഖമർ നിസാ അൻവറിനെയും നൂർബിന റഷീദിനെയും ഒക്കെ നിർത്തിയിട്ടുണ്ട്. എവിടെയാണ്? തോക്കുന്ന മണ്ഡലങ്ങളിൽ. അതായത് ഒരു MSF കാലം മുതൽ, ഒരു പ്രീ ഡിഗ്രി കാലം മുതൽ തന്നെ മുസ്ലിം ലീഗിന് വേണ്ടി വെള്ളം കോരുകയും വിറവ് കൊട്ടുകയും ചെയ്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് പല രീതിയിൽ ഉയർന്നു വന്ന് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ വലിയ സ്പേസ് നേടിയവരാണ് അഡ്വക്കേറ്റ് പി കുലുസു, നൂർബിന റഷീദ്, KP മറിയുമ്മ, ഖമർ നിസാ അൻവർ, അങ്ങനെയുള്ള ലീഗിൻ്റെ വനിതാ ലീഗിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം. അവർ പക്ഷേ ലീഗ് നേതാക്കൾ എന്ന നിലയിൽ ലീഗിൻ്റെ പുരുഷ മേധാവിത്വ ക്രമത്തിൻ്റെ നിരന്തര അപമാനത്തിന് മാത്രം ഇരയായവരാണ്. അവർക്ക്, അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആദ്യം 33%, പിന്നീട് 50% പ്രാതിനിധ്യം ജനപ്രാതിനിധ്യപ്രകാരം നിയമപരമായി നിർബന്ധമായി മാറിയപ്പോൾ മാത്രം അവർക്ക് കുറേ സീറ്റുകൾ അങ്ങനെ ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് പയ്യോളി പഞ്ചായത്ത് പ്രസിഡൻ്റായി അഡ്വക്കേറ്റ് പി കുൽസു, അത് കഴിഞ്ഞ് പയ്യോളി മുനിസിപ്പാലിറ്റി ആയപ്പോൾ അതിൻ്റെ ചെയർപേഴ്സണായി ആദ്യം, അങ്ങനെയൊക്കെ ഉണ്ട്. KP മറിയുമ്മ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായി. പക്ഷേ ഇവരെ ആരെയും നിയമനിർമ്മാണ സഭയുടെ 4 അയലത്ത് പോലും എത്തിക്കാൻ കുഞ്ഞാലിക്കുട്ടി സംഘവും അല്ലെങ്കിൽ പാണക്കാട് തങ്ങളും സംഘവും അനുവദിക്കില്ല. അവർക്ക് സ്ത്രീകൾ എന്ന് പറയുന്നത് ഭാര്യ എന്ന പേര് അലങ്കരിക്കാനുള്ളവരും വോട്ട് ചെയ്യാനുള്ളവരുമാണ്. കേരളത്തിലെ മൊത്തം ജനസംഖ്യയുടെ 50%-ലധികം സ്ത്രീകളാണ്. സ്വാഭാവികമായും മുസ്ലിം ജനസംഖ്യയിലും സ്ത്രീകളാണ് കൂടുതൽ. അവരുടെ വോട്ട് വേണം, പക്ഷേ അവരെ ജയിക്കുന്ന സീറ്റുകൾ മത്സരിക്കാൻ അനുവദിക്കില്ല. ഇത്തവണ അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. പേരാമ്പ്ര ഫാത്തിമ തഹ്ലിയ എന്ന അവരുടെ MSFൻ്റെ ഹരിതയുടെ നേതാവാണ് മത്സരിക്കുന്നത്. ചാനൽ ചർച്ചകളിലൊക്കെ ലീഗിന് വേണ്ടി വന്ന് ഘോരഘോരം പറയുന്ന വനിതാ നേതാക്കളുടെ ഒരാളാണ്. അവരുടെ യുവ താരമാണ്. പക്ഷേ പേരാമ്പ്ര എന്ന് പറയുന്നത് LDFൻ്റെ കുത്തക സീറ്റല്ലേ. LDF കൺവീനർ TP രാമകൃഷ്ണൻ്റെ സിറ്റിംഗ് സീറ്റാണ്. അദ്ദേഹം ഇത്തവണ വീണ്ടും മത്സരിക്കുന്ന സീറ്റാണ്. എന്ന് പറഞ്ഞാൽ CPMന് LDFന് അവരുടെ വിജയത്തിൽ യാതൊരു സംശയവും ആശങ്കയുമില്ലാത്ത സീറ്റുകളിലൊന്നാണ് പേരാമ്പ്ര. അവിടെയാണ് ഫാത്തിമ തഹ്ലിയ മത്സരിക്കുന്നത്. എന്തുകൊണ്ട് മലപ്പുറത്ത് നിർത്തുന്നില്ല? എന്തുകൊണ്ട് വേങ്ങരയിൽ നിർത്തുന്നില്ല? എന്തുകൊണ്ട് തിരുരങ്ങാടിയിൽ നിർത്തുന്നില്ല? എന്തുകൊണ്ട് തിരൂർ നിർത്തുന്നില്ല? എന്തുകൊണ്ട് താനൂരിലോ പെരിന്തൽമണ്ണയിലോ മംഗളയിലോ നിർത്തുന്നില്ല? അവിടെ ഒന്നും നിർത്തില്ല. അവിടെയൊക്കെ നിർത്തിയാൽ ജയിക്കും. അതൊക്കെ ലീഗിൻ്റെ ഷുവർ സീറ്റുകളാണ്. അപ്പോൾ കൂത്തുപറമ്പ് കഴിഞ്ഞ തവണ UDFൻ്റെ ഘടകകക്ഷിയായ KP മോഹനൻ ജയിച്ച മണ്ഡലമാണ്. പക്ഷേ KP മോഹനനും കൂത്തുപറമ്പ് മണ്ഡലവും LDF സ്വഭാവമുള്ള നേതാവ് മണ്ഡലവുമാണ്. അവിടെ ജയന്തി രാജൻ എന്ന യൂത്ത് ലീഗിനല്ല, വനിതാ ലീഗിൻ്റെ മുസ്ലിം ലീഗിൻ്റെ നേതാവ് മത്സരിച്ചാൽ ജയിക്കും എന്ന ആത്മവിശ്വാസത്തോടുള്ള ഉറപ്പ് പറയാൻ ലീഗ് നേതൃത്വത്തിന് കഴിയുമോ? PK കുഞ്ഞാലിക്കുട്ടിക്കോ PMA സലാമിനോ കഴിയുമോ? അല്ലെങ്കിൽ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിയുമോ? കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അവർ സ്ത്രീകളെ നിർത്തിയിരിക്കുന്നത് ജയിക്കാൻ വേണ്ടിയല്ല, മാധ്യമങ്ങളുടെ മുന്നിൽ, ആളുകളുടെ മുന്നിൽ കാണിക്കാൻ വേണ്ടിയാണ്. ഞങ്ങളും സ്ത്രീപക്ഷമൊക്കെ പറയുന്നുണ്ട്, സ്ത്രീവിരുദ്ധരാണ്, പുരുഷ മേധാവിത്വത്തിൻ്റെ അങ്ങേയറ്റമാണ് ലീഗ് എന്ന് പറയുന്ന ഈ സാധനം എന്ന് എല്ലാ കാലത്തും തുറന്നു കാട്ടപ്പെട്ടതുകൊണ്ട് 2 പേരെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു. അതിനപ്പുറത്ത് ഒരു കാര്യവുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോഴിക്കോട് സൗത്തിൽ MK മുനീർ തവണ മത്സരിക്കുന്നില്ല. MK മുനീറിനെ മാറ്റി അവിടെ വേറെ ആർക്കോ കൊടുത്തിരിക്കുകയാണ്, പേര് പെട്ടെന്ന് ഓർമ്മ വരുന്നില്ല. എങ്കിൽ ആ സീറ്റ് കൊടുത്തുകൂടെ ഒരു വനിതയ്ക്ക്? ലീഗിന് വേണമെങ്കിൽ ജയിക്കാവുന്ന സീറ്റാണല്ലോ. അപ്പോൾ അതൊന്നും സംഭവിക്കില്ല. അങ്ങനെ സംഭവിക്കണമെങ്കിൽ ലീഗിന് അടിസ്ഥാനപരമായി ഒരു സ്ത്രീപക്ഷ നീതിബോധമുണ്ടാവണം. ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച് ഒരു സാമാന്യ ബോധവും അതിനോട് പ്രതിബദ്ധതയും ഉണ്ടാവണം. ഇസ്ലാമിൻ്റെ പേരിൽ, പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ നാഴേക്ക് 400 വട്ടം ആണയിടുന്ന ഈ പാർട്ടി പ്രവാചകൻ്റെയോ ഇസ്ലാമിൻ്റെയോ അടിസ്ഥാന നീതിബോധം, സ്ത്രീപക്ഷ ബോധം, ജെൻഡർ ഇക്വാലിറ്റി ഒരു രീതിയിലും സ്വാംശീകരിച്ചവരല്ല. അവർക്ക് പുരുഷന്മാരെ മാത്രം മതി. അതുകൊണ്ട് ഫാത്തിമ തഹ്ലിയയും
ജയന്തി രാജനും ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലാണ് എന്നതിന് പേരിൽ കേരളത്തിലെ UDF അനുകൂല സ്ത്രീവാദികളാരും പ്രത്യേകിച്ച് വലിയ അവകാശവാദം ഉന്നയിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് ചാനൽ ചർച്ചകൾ വന്നതിന് ചില ആളുകളൊക്കെ കഴിഞ്ഞ ദിവസം പറയുന്നത് കേട്ടു, ലീഗ് തന്നെ 2 തവണ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ അവസാനിപ്പിക്കുക. LDFൻ്റെ ഇത്തവണത്തെ ലിസ്റ്റിൽ 15 സ്ത്രീകളുണ്ട്. എല്ലാ തവണയും 15 സ്ത്രീകൾ ഉണ്ടാവാറുണ്ട്. ഇത്തവണ CPIയുടെയും CPMൻ്റെയും കൂടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കിയാൽ 15 സ്ത്രീകളുണ്ട്. അതിൽ 13 സിറ്റിംഗ് സീറ്റുകളാണ്. എണ്ണി നോക്കൂ. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ LDF ജയിച്ചിരിക്കുന്ന സീറ്റുകളാണ്. ഏതെങ്കിലും ഒരു തല്ല നിർത്തുന്നത്, ജയിക്കുന്ന സീറ്റുകളിലാണ് LDF നിർത്തുന്നത്, അല്ലെങ്കിൽ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള സീറ്റുകളിലാണ്. പേരാവരുദ്ദേശമാണ് ഞാനത് പറഞ്ഞത്. ബാക്കിയെല്ലാം ജയിക്കുന്ന സീറ്റുകളിലാണ്. CPI ആണെങ്കിലും CPM ആണെങ്കിലും ഇടതുപക്ഷത്തിൻ്റെ പൊതു സ്വഭാവം അങ്ങനെയാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ഇടതുപക്ഷത്തിനെതിരെ വലിയ ക്യാമ്പയിൻ നടത്തുന്നവരുടെ തനിനിറമാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ കാണുന്നത്. കേരളത്തിലെ സ്ത്രീകൾക്ക് കേരളത്തിലെ മറ്റേത് വിഭാഗങ്ങളെപ്പോലെ തന്നെ താങ്ങാവുന്ന, തണലാവുന്ന, ചേർന്ന് നിൽക്കാവുന്ന, ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഒരു പൊളിറ്റിക്കൽ ഫോഴ്സ് എന്ന് പറയുന്നത് ഇടതുപക്ഷമാണ്. ലീഗല്ല, UDF ഒട്ടുമല്ല എന്നതിന് ആവർത്തിച്ചുള്ള ഉദാഹരണമാണ് ലീഗിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക. നന്ദി, നമസ്കാരം.